പിനാക്കിൾ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കെമിസ്ട്രിയുടെ 12th ചാപ്റ്റർ ആയിരുന്നു അല്ലേ, ഓർഗാനിക് കെമിസ്ട്രി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താ, മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. എന്താണ് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്യൂരിഫിക്കേഷനാണ് പറയാൻ പോകുന്നത് അല്ലേ. എന്താണെന്നറിയാമോ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ? എന്താ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നേക്കുന്ന അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസ് മിക്സ് ആയേക്കുന്നതിൽ നിന്നും എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട എന്താ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ, പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം അല്ലേ. എന്താണ്, രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുക എന്ന് വിചാരിച്ചോ, ഓക്കെ അല്ലേ. അതിൽ നിന്നും നമ്മൾക്ക് വേണ്ടത് ഏതാണോ അതിനെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയാം, പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നൊക്കെ പറയാം, ഓക്കെ അല്ലേ. ഇത് നമ്മൾ എന്താ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, ഏത് ഈ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താ സെപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, ചായ ഉണ്ടാക്കത്തില്ലേ, ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്താ അതിനകത്ത് തേയില ഇത് ഇടും അല്ലേ, തേയില ഇടത്തില്ലേ. അപ്പം തേയിലയുടെ മട്ട ഉണ്ടാവത്തില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യത്തില്ലേ. അത് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യും, അരിപ്പ വെച്ച് അരിക്കും അല്ലേ. അതെന്താ ഒരു സെപ്പറേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എന്താ അതൊരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ്, ഓക്കെ അല്ലേ. പിന്നെ അതേപോലെ എന്താ, പിന്നെ ഈ കടൽ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു, കെട്ടി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശത്തിൽ കെട്ടി നിർത്തുമ്പോൾ അതെന്ത് ചെയ്യും, മൊത്തം വേപ്പറായി പോവും അല്ലേ. കടൽ വെള്ളം മൊത്തം എന്തായി പോവും, വേപ്പറായി പോയിട്ട് അടിയിൽ എന്ത് വരും, സോൾട്ട് വരും അല്ലേ. അതെന്താ ഒരു പ്യൂരിഫിക്കേഷൻസ് ആണ് അല്ലേ, സെപ്പറേറ്റിംഗ് മെത്തേഡാണ് അല്ലേ. അപ്പം അതേപോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യും. ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പം ഇടയലായിരിക്കും അല്ലേ, ചിലപ്പോൾ പാറ്റലായിരിക്കും. നമ്മുടെ വീട്ടിൽ ഈ കടയിൽ നിന്ന് അരി കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളത് കുറേ കല്ല് കാണും അല്ലേ. കല്ലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതാക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യും, മുറത്തിലിട്ട് പാറ്റുക എന്ന് പറയും അല്ലേ. പേറ്റുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, കല്ല് വേറെ സൈഡിൽ അരി വേറെ സൈഡിൽ വരും അല്ലേ. അതൊക്കെ എന്താ ഒരു സെപ്പറേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എന്താ ഒരു പ്യൂരിഫിക്കേഷനാണ്. അതേപോലെ നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, മിക്സ്ഡായി കിടക്കുമായിരിക്കും ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓക്കെ അല്ലേ. ചിലപ്പോൾ എന്താ വാട്ടറുമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട്സുമായിട്ടൊക്കെ എന്തായിരിക്കും, മിക്സ് ചെയ്ത് കിടക്കുമായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താ, പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് എന്ന് പറയാം, ഓക്കെ അല്ലേ. ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്, അതിൽ നമ്മൾ കുറച്ച് പഠിക്കുന്നു, ഓക്കെ അല്ലേ. ആദ്യമേ നമുക്ക് അപ്പം ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താ, സോളിഡും ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡും ഉണ്ട് അല്ലേ. സോളിഡും ഉണ്ട് അല്ലേ, അതെന്തുണ്ട്, ലിക്വിഡും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യമേ എന്താ സോളിഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുള്ളത്. സോളിഡ് രൂപത്തിലുള്ള ഖരരൂപത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് 2 മെത്തേഡ്സ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കണം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ, ഓക്കെ അല്ലേ, സബ്ലിമേഷൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻസ്, ഓക്കെ അല്ലേ. അപ്പോൾ സബ്ലിമേഷനും ക്രിസ്റ്റലൈസേഷനും എന്താണ്, സോളിഡ് രൂപത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ സബ്ലിമേഷൻ ആണ് ഫസ്റ്റ് നോക്കുന്നത്. എന്താണ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ നമുക്ക് എന്താ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് അല്ലേ. സബ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു സോളിഡ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ നേരത്ത്, സോളിഡ് അല്ലേ, ഇതിപ്പോൾ ഒരു സോളിഡാണെന്ന് വിചാരിച്ചോ, ഇതൊരു സോളിഡാണ് അല്ലേ. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നേരത്ത്, ഹീറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത്, ഇത് എന്ത് ചെയ്യാന്നറിയാമോ, മൊത്തം എന്തായിട്ട് പോകും, വേപ്പറായിട്ട് പോകും, ഓക്കെ അല്ലേ, വേപ്പറായിട്ട് പോകും. എന്താവത്തില്ല, സാധാരണ ഒരു സോളിഡ് സോളിഡ് എന്ത് ചെയ്യും, ഹീറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്തായിട്ട് പോകും, ആദ്യമേ അത് എന്തായിട്ട് പോകും, അത് ലിക്വിഡായിട്ട് പോകും അല്ലേ. ലിക്വിഡ് ആയിട്ടാണ് പോകുന്നത്. ലിക്വിഡ് പിന്നെയും ഹീറ്റ് ചെയ്യാൻ നേരത്താണ് എന്തായിട്ട് പോകുന്നത്,
എന്തായിട്ട് പോകുന്നത്? ഗ്യാസസ് ആയിട്ട് പോകുന്നത് അല്ലേ? ഗ്യാസസ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ വേപ്പർ ആയിട്ട് പോകുന്നത് അല്ലേ? പക്ഷേ ഇവിടെയുള്ള ഈ സബ്ലിമേഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോളിഡ് നമ്മൾ ഹീറ്റ് കൊടുക്കാൻ നേരത്ത് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഗ്യാസ്. ഓക്കെ അല്ലേ? വിത്ത് ഔട്ട് എന്ത് സോൾഡ് അല്ലേ? വിത്തൗട്ട് മെൽറ്റ് എ സോൾഡ് അല്ലേ? സോളിഡ് ആകാതെ എന്ത് ചെയ്യും? അത് ഡയറക്റ്റ് ഗ്യാസായി പോകുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെയൊക്കെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? സബ്ലിമേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ ഒരു ചെറിയൊരു ഫിഗർ ഞാൻ വരച്ച് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് സംഭവം അപ്പാരറ്റസ് എന്ന് പറയും. ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മൾ ഇതിൽ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട എന്താ കോമ്പൗണ്ട് മിക്സർ അല്ലേ? അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇമ്പ്യൂർ മെറ്റലും കാണും, അതുപോലെ എന്തുണ്ട് പ്യുവർ മെറ്റലും കാണും അല്ലേ? പ്യുവർ എപ്പോഴും എന്തായിരിക്കും? പ്യുവർ എന്തായിരിക്കും? സബ്ലിം ആവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പറായി പോകുന്നതാണ്. ഓക്കെ അല്ലേ? ഇതൊരു മിക്സറാണ്. ഈ മിക്സർ അല്ലേ ഒരു കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അത് എന്തുണ്ട്? ആവിയായി പോകുന്നതും ഉണ്ട്, എന്തുണ്ട് ആവിയായി പോവാത്തതും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യാൻ നേരത്ത് അതെന്ത് ചെയ്യും? അത് ഡയറക്റ്റ് നമുക്ക് വേണ്ട ഇംപ്യൂർ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? അത് വേപ്പറായിട്ട് പോകും അല്ലേ? അല്ലേ? പ്യുവർ എന്താണ് കോമ്പൗണ്ട് എന്ത് ചെയ്യും? അത് വേപ്പറായിട്ട് പോകും. ഓക്കെ അല്ലേ? ഇംപ്യൂർ എന്ത് ചെയ്യും? ഇംപ്യൂർ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? അവിടെ കിടക്കും. അതെന്ത് ചെയ്യത്തില്ല? ആവിയായി പോകത്തില്ല. ഓക്കെ അല്ലേ? അങ്ങനെയുള്ളതിന് ഉപയോഗിക്കുന്ന ഏതാണ്? സബ്ലിമേഷൻ പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസേഷൻ ആണ്. എന്താ ക്രിസ്റ്റലൈസേഷൻ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിലോട്ട് പോകാം. ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഷുഗർ അല്ലേ? നമ്മൾ ഷുഗറും എന്ത് ചെയ്തേക്കുവാണ്? കുറച്ച് മണ്ണും കൂടെ എന്ത് ചെയ്താക്കുക? മിക്സ് ചെയ്തേക്കുവാണ്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് സോയിൽ അല്ലേ? കുറച്ച് ഇച്ചിരി മണ്ണും ഉണ്ടായിരുന്നു, കുറച്ച് മൺതരിയും ഉണ്ടായിരുന്നു, അതുപോലെ എന്തുണ്ട് കുറച്ച് ഷുഗറും കൂടെ എന്ത് ചെയ്തേക്കുക? മിക്സ് ആയിട്ടുള്ളൊരു എന്താ മിക്സ്ഡ് അല്ലേ? മിക്സറാണ് ആ സാധനം. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? കുറച്ച് വാട്ടർ അല്ലേ? വാട്ടർ എന്താ ഒരു സോൾവെൻ്റ് അല്ലേ? അല്ലേ? എന്ന് വെച്ചാൽ എന്താ ലയിപ്പിക്കുന്ന സാധനം അല്ലേ? ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന സാധനം. ഞാൻ എന്ത് ചെയ്തു? വാട്ടർ എടുത്തു. വാട്ടർ സോൾവെൻ്റ് ആണ്. വാട്ടർ എന്താണ്? സോൾവെൻ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഷുഗറും സോയിലും കൂടെ മിക്സ് ചെയ്ത സാധനം എന്ത് ചെയ്തേക്കുവാണ്? ഇങ്ങോട്ട് ഇട്ടു അല്ലേ? അപ്പോൾ എന്താ ഇതിൽ എന്തിട്ടേക്കുവാണ്? ഷുഗർ പ്ലസ് എന്താണ് സോയിൽ അങ്ങോട്ട് എന്ത് ചെയ്താൽ എന്ത് ഇങ്ങോട്ട് ഇളക്കുമ്പോഴത്തേക്കും എന്ത് അത് ഡിസോൾവ് ആയി പോകും? ഷുഗർ എന്ത് ചെയ്യും? ഡിസോൾവ് ആയി പോകും അല്ലേ? ഷുഗർ ഡിസോൾവ് ആയി പോകും. പക്ഷേ സോയിൽ എന്ത് ചെയ്യത്തില്ല? ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കിടക്കും അല്ലേ? ഡിസോൾവ് ആവത്തില്ല അല്ലേ? ഈ വാട്ടറിനകത്ത് സോയിൽ ഡിസോൾവ് ആകുമോ? ഡിസോൾവ് ആകത്തില്ല. എന്ത് ഡിസോൾവ് ആയി? ഷുഗർ ഡിസോൾവ് ആയി. ഓക്കെ അല്ലേ? അത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സാധനം ഒരു ഫിൽറ്റർ വെച്ച് എന്ത് ചെയ്ത് അരിച്ചു അല്ലേ? ഫിൽറ്റർ ചെയ്തു. ഒരു ഫിൽറ്റർ വെച്ച് എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്തു. അപ്പോൾ എന്ത് താഴെ എന്ത് വന്നു? ഒരു ഫിൽറ്റർ അല്ലേ? ഇതെന്താണ്? ഫിൽറ്ററാണ് അല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും അടിയിൽ എന്ത് ഇവിടെ മൊത്തം എന്ത് കാണും? സോയിൽ മാത്രം കാണും അല്ലേ? സോയിൽ ഇങ്ങനെ ഇതിലിങ്ങനെ തങ്ങി കിടക്കും. ബാക്കി ഫുൾ എന്ത് വരും? ഷുഗർ സൊല്യൂഷൻ വരത്തില്ലേ അല്ലേ? അങ്ങനത്തെ രീതിയാണ് എന്തെന്ന് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തായിരിക്കും? വേറൊരു എന്തെങ്കിലും സാധനവുമായിട്ട് എന്ത് ചെയ്തേക്കുവാണ്? മിക്സ് ചെയ്തേക്കുവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ അപ്പോൾ നോക്കിക്കോണം. ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? സോയിൽ തന്നെ എടുക്കാം, മണ്ണ് തന്നെ എടുക്കാം. ഓക്കെ അല്ലേ? മണ്ണ് തന്നെ എടുക്കാം അല്ലേ? സോയിൽ തന്നെ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇതെന്ത് ചെയ്തെന്നറിയാമോ? വാട്ടറിലോട്ട് എന്ത് ചെയ്തു? ഇട്ടു. വാട്ടറിലോട്ട് ഇട്ടു അല്ലേ? വാട്ടറിലേക്ക് ഇടാന്നെടുത്ത് എന്ത് ചെയ്തു? ഓർഗാനിക് കോമ്പൗണ്ട്സാണ്. ഡിസോൾവ് ആവുമോ? ലോ ടെമ്പറേച്ചറിൽ ഡിസോൾവ് ആവുമോ? ഡിസോൾവ് ആവത്തില്ല. ലോ ടെമ്പറേച്ചറിൽ ഡിസോൾവ് ആവത്തില്ല അല്ലേ? ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ഹീറ്റ് കൊടുത്തു. കുറച്ച് എന്ത് ചെയ്തു?
ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തിൽ? വാട്ടറിൽ ഡിസോൾവ് ആകും. സോയിലോ താഴെ ഇങ്ങനെ കിടക്കും അല്ലേ? അപ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ എന്താകത്തില്ല, ഡിസോൾവ് ആവത്തില്ല. പക്ഷേ ഹീറ്റ് ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ചിലപ്പം ഡിസോൾവ് ആകും. ഓക്കെ അല്ലേ? അങ്ങനെ എന്ത് ചെയ്യുന്ന ഇങ്ങോട്ട് ഇളക്കുമ്പോഴത്തേക്കും ഈ സാധനം എന്ത് ചെയ്തു? ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം ഡിസോൾവ് ആയി. ഓക്കെ അല്ലേ? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡിസോൾവ് ആയി. ഓക്കെ അല്ലേ? അപ്പം ഇനി സോയിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? താഴെ കിടക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? താഴെ കിടക്കും അല്ലേ? അത് ഞാൻ എന്ത് ചെയ്യും? ചൂടാറുന്നതിന് മുമ്പേ എന്ത് ചെയ്യും? അതോടുകൂടി എന്ത് ചെയ്യും? ഇത് ഫിൽറ്റർ ചെയ്യുമ്പോൾ എന്താ? ഇവിടെ മൊത്തം എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് ഇങ്ങനെ തങ്ങി കിടക്കും അല്ലേ? താഴെ എന്ത് ചെയ്യും? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫിൽറ്റർ ചെയ്ത് കിട്ടും. അതെന്ത് ചെയ്യും? നമ്മൾ കൂൾ ചെയ്യാൻ നേരത്ത് അത് ക്രിസ്റ്റൽ രൂപത്തിൽ വരും. അതിന് പറയുന്ന പേരെന്താ? ക്രിസ്റ്റലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സും വേറെ ഏതെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസായിട്ട് മിക്സ് ചെയ്തേക്കുവാണ്. ഓക്കെ അല്ലേ? അപ്പം ഈ സൊല്യൂബിൾ ആവുന്ന സാധനം ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തായിരിക്കും? റൂം ടെമ്പറേച്ചറിൽ ഡിസോൾവ് ആവത്തില്ല. പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? അത് ഡിസോൾവ് ആകും. ഓക്കെ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഡിസോൾവ് ആകും. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് മൊത്തം ആ ഫിൽറ്ററിൽ തങ്ങി കിടക്കും. ഓക്കെ അല്ലേ? ബാക്കി പ്യുവർ സാധനം എന്ത് ചെയ്യും? നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടും. അത് ഞാൻ എന്ത് ചെയ്യും? കൂൾ ചെയ്യുമ്പോഴത്തേക്കും അത് ക്രിസ്റ്റൽ രൂപത്തിൽ വരും. ഓക്കെ അല്ലേ? ഇതിന് പറയുന്ന പേരെന്താണ്? ക്രിസ്റ്റലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? സോളിഡ് രൂപത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ? സബ്ലിമേഷനും അതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷനും. ഓക്കെ അല്ലേ? എന്താണെന്നറിയാമല്ലോ സബ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ സബ്ലിമേഷൻ? സോൾഡ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഗ്യാസസ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ്. ഓക്കെ, നോ മെൽറ്റ് ടു ലിക്വിഡ്. അപ്പോൾ ഒരു സോളിഡ് എന്ത് ചെയ്യും? ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? നേരെ എന്തായിട്ട് മാറും? അത് ഗ്യാസ് ആയിട്ട് പോകും. ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് എന്തായിട്ട് പോകും? അത് ഗ്യാസ് ആയിട്ട് പോകും. അത് നമ്മൾക്ക് അറിയാം. നമ്മൾ പാറ്റ ഗുളിയൊക്കെ ഇല്ലേ? പാറ്റ ഗുളിയ എന്താ? ഒരു എക്സാമ്പിളാണ്. സബ്ലിമേഷൻ ഒരു എക്സാമ്പിളാണ് അല്ലേ? പാറ്റ ഗുളിയ എന്ത് ചെയ്യും? ചുമ്മാ തുറന്ന് വെച്ചാൽ മതി. എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ സാധനം ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് പോകും. ഓക്കെ അല്ലേ? വേപ്പറായിട്ട് പോകും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എന്താ? ക്രിസ്റ്റലൈസേഷൻ. അത് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു തീർത്തല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തതെന്ന് അപ്പോൾ ഇത് രണ്ടും എന്തായിരുന്നു? സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആയിരുന്നു. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് വരുന്ന സംഭവങ്ങൾ മൊത്തം എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ വാട്ടർ സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാട്ടെ, ഷുഗർ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? അതെന്താ? അതുപോലെ തന്നെ സാൾട്ട് സൊല്യൂഷൻ പോലെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എന്ന് വെച്ചാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എയും ബിയും സിയും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സും ബി എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്തായിരിക്കും? ലിക്വിഡ് രൂപത്തിലായിരിക്കും. ഓക്കെ അല്ലേ? അവയെ എന്ത് ചെയ്യാൻ വേണ്ടി? പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. കുഴപ്പമില്ലല്ലോ? അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷനാണ്. സാധാരണ ഡിസ്റ്റിലേഷൻ എന്താണ്? ഡിസ്റ്റിലേഷൻ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് നോക്കിക്കോണം. ഞാനിപ്പം എ എന്ന് പറയുന്ന സാധനം ഓർഗാനിക് കോമ്പൗണ്ട്സ്, ബി എന്ന് പറയുന്ന എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, ഒരു മിക്സർ എടുത്തു. ഓക്കെ അല്ലേ? മിക്സർ എടുത്തു. അതിനകത്ത് എയും ഉണ്ട്, എന്തായിരിക്കും? ബിയും ഉണ്ട്. ഓക്കെ അല്ലേ? എ എന്തായിരിക്കും? വേപ്പറായി പോകും. നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്തായി പോകും? വേപ്പറായി പോകും. ബി എന്താവത്തില്ല? വേപ്പർ ആവത്തില്ല. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മിക്സറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഒരു മിക്സർ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഒരെണ്ണം വേപ്പർ ആവുകയും ഒരെണ്ണം എന്താവത്തില്ല? വേപ്പർ ആവത്തുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരെണ്ണം വേപ്പർ ആവുകയും ഒരെണ്ണം വേപ്പർ ആവത്തുമില്ല. ഞാനിപ്പോൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം വേപ്പർ ആവുകയും മറ്റേ എന്താവത്തില്ല? വേപ്പർ ആവത്തില്ല.
ഓക്കെ അല്ലേ? അങ്ങനെയുള്ള എന്താ മിക്സറിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? എന്ത് ചെയ്യാം? ഡിസ്റ്റിലേഷൻ മെത്തേഡ്സിൻ്റെ ഫിഗർ വരച്ചു തരാം, നോക്കിക്കോ. ഇതാണ് എന്താ ആദ്യമേ എന്താ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫ്ലാസ്ക് അല്ലേ എടുത്തു അല്ലേ? ഇതിലെന്താണ്? മിക്സറാണല്ലേ? A+B എന്താ? എയും ഉണ്ട് ബിയും കൂടെ കലർന്ന ഒരു മിക്സറാണല്ലേ? ഓക്കെ അല്ലേ? ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യാം? അതെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടെ എന്ത് ചെയ്യും? ഒരു ട്യൂബ് വരി എന്ത് ചെയ്യും? വേറെ ഒരു എന്താണ് നമ്മുടെ ജാറിലോട്ട് അത് കണക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്ന പറയാം? ഒരു കണ്ടൻസർ ഉപയോഗിക്കും. എന്താണ്? ഒരു കണ്ടൻസർ വെച്ചേക്കും. കണ്ടൻസർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമല്ലോ? എന്താ നമ്മുടെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനം അല്ലേ? അപ്പോൾ നോക്കിക്കോണം, ഇവിടെ എന്താണ്? ഞാനിവിടെ ഹീറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരെണ്ണം എന്തായി പോകും? വേപ്പറായി പോകും. ഒരെണ്ണം എന്താകത്തില്ല? വേപ്പറായി പോകത്തില്ല. ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ എന്താ ഷുഗർ സൊല്യൂഷൻ എടുത്തു, അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? ഷുഗറും വാട്ടറും കൂടെ മിക്സ്ഡ് അല്ലേ ഷുഗർ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഹീറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്താണ്? ഹീറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്താ? വാട്ടർ എന്തായി പോകും? ഡിസോൾവ് എന്താ? വാട്ടർ എന്തായി പോകും? വേപ്പറായി പോകും അല്ലേ? വാട്ടർ വേപ്പറായി പോകും. ഷുഗർ എന്ത് ചെയ്യും? അടിയിൽ കടക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരെണ്ണം എന്തായി പോകും? വേപ്പറായി പോകുന്നതും ഒരെണ്ണം എന്താ? വേപ്പറായി പോകാത്തതുമാണ് അല്ലേ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യും? ഞാൻ ഹീറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും? വേപ്പർ ആവുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഗ്യാസ് രൂപത്തിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും അല്ലേ? ഗ്യാസ് രൂപത്തിൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ തമ്മിൽ എന്താ? കണ്ടൻസേറ്റർ അല്ലേ? അതെന്ത് ചെയ്യും? തണുപ്പിക്കും അല്ലേ? തണുപ്പിച്ച് എന്താവും? അത് ഗ്യാസിനെ എന്താ തണുപ്പിച്ചാൽ എന്താവും? അത് ലിക്വിഡ് ആവും അല്ലേ? ലിക്വിഡ് ആവും. അവിടെ എന്ത് ചെയ്യും? അത് ലിക്വിഡായി എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ അല്ലേ? അടിയിൽ എന്ത് കണക്കും? അപ്പോൾ മൊത്തം എന്ത് ചെയ്തു? വേപ്പറായി ഇങ്ങോട്ട് വന്നു, ലിക്വിഡാക്കി. കണ്ടൻസർ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഗ്യാസസിനെ എന്ത് ചെയ്യാൻ വേണ്ടി? തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ? അവിടെ എന്ത് ചെയ്യും? അത് ഇവിടെ ഇങ്ങനെ കിടക്കും, ഇവിടെ വന്ന് കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ ഏതാണ്? മിക്സറിനകത്ത് ഒരെണ്ണം എന്താ? വേപ്പറായി പോകുന്നതും ഒരെണ്ണം വേപ്പറായി പോവാത്തതും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറൊരെണ്ണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഡിസ്റ്റിലേഷൻ. ഓക്കെ അല്ലേ? അത് വെച്ച് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്. ഇപ്പം ഞാനിപ്പോൾ വേറൊരു പറയുവാണ്. ഇപ്പം സിയും ഡി എന്ന് പറയുന്ന ഒരു മിക്സർ എടുത്തേക്കുവാണ്. ഓക്കെ അല്ലേ? മിക്സറിൽ ആരൊക്കെയുണ്ട്? സി എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന കോമ്പൗണ്ട്സും ഉണ്ട്. ഓക്കെ അല്ലേ? ഈ സി എന്ന് പറയുന്ന സാധനത്തിൻ്റെയും ഡി എന്ന് പറയുന്ന സാധനത്തിൻ്റെയും ബോയിലിംഗ് പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് പദാർത്ഥങ്ങളുടെ ബോയിലിംഗ് പോയിന്റ് വളരെ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഓക്കെ അല്ലേ, നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സ് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? നോക്കിക്കോണം, ബോയിലിംഗ് പോയിന്റിൽ നേരിയ വ്യത്യാസം പോരാ, ലാർജ് ഡിഫറൻസ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ സി എന്ന് പറയുന്ന കോമ്പൗണ്ട്സിൻ്റെയും ഡി എന്ന് പറയുന്ന കോമ്പൗണ്ട്സിൻ്റെയും ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ആണെങ്കിൽ, ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഈ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോണം, ഇതേപോലെ തന്നെ ഞാൻ സിയും ഡിയും കൂടെ എന്ത് ചെയ്തു? ഉള്ള ഒരു മിക്സർ എടുത്തു. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഹൈ ടെമ്പറേച്ചർ കൊടുത്തു അല്ലേ? ഹൈ ടെമ്പറേച്ചർ കൊടുത്തു. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. സിയുടെ അത്യാവശ്യം കുറച്ചാണ്. ഓക്കെ അല്ലേ? ഒരു 1500 ഡിഗ്രി എല്ലാം കൊടുക്കാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഒരു 100 ഡിഗ്രി കൊടുക്കാം അല്ലേ? ഇതിലെന്താ ഒരു 2500 ഡിഗ്രി ഉള്ളത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സി ഞാനിപ്പോൾ ചൂട് കൊടുക്കുമ്പോഴത്തേക്കും, ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യമേ ഏത് ആവിയായി പോകും? ഏത് വേപ്പറായി പോകും? പറഞ്ഞോ. സി വേപ്പറായി പോകുമോ? സിയുടെ നോക്കിയാൽ എന്താ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാനിവിടെ 100 ഡിഗ്രി കൊടുത്തു അല്ലേ? അപ്പോൾ ഏത് വേപ്പറായി പോകും? സി വേപ്പറായി പോകും. മനസ്സിലാവുന്നില്ലേ? സി വേപ്പറായി പോയി എന്ത് ചെയ്യും? വേപ്പറായി ഇങ്ങനെ വന്ന് ഇവിടെ കണ്ടൻസേറ്റർ ഉണ്ട്, തണുപ്പിച്ച് എന്താവും? ലിക്വിഡാക്കി നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ എന്ത് ചെയ്യും? ഡി എന്ത് ചെയ്യും? അത് സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? താഴെ തന്നെ കാണും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിക്സറിൻ്റെ അകത്തുള്ള കമ്പോണൻസ് ഒരെണ്ണം വേപ്പർ ആവുന്നതും ഒരെണ്ണം വേപ്പർ ആവാത്തതുമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ രണ്ട് സബ്സ്റ്റൻസിൻ്റെ ആ ബോയിലിംഗ് പോയിന്റ്
വളരെ ലാർജ് ആണെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സ് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ? നമ്മൾ ഡിസ്റ്റിലേഷൻ പഠിച്ചു. ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്? ഒരെണ്ണം മിക്സറിൽ ഒരെണ്ണം വേപ്പറായി പോകുന്നതും ഒരെണ്ണം വേപ്പറായി പോകാത്തതും. അല്ല എങ്കിൽ എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് ലാർജ് ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ട്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഡിസ്റ്റിലേഷനാണ് ഇതെന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ്. എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ് മിക്സറിനകത്തുള്ള രണ്ട്, ഇതിപ്പോൾ ഒരു മിക്സറാണെന്ന് വിചാരിച്ചോ, ഇതൊരു മിക്സറാണെന്ന് വിചാരിച്ചോ അല്ലേ? ഇതിനകത്ത് എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സും ഉണ്ട്, ബി എന്ന് പറയുന്ന സബ്സ്റ്റൻസും ഉണ്ട് അല്ലേ? എ എന്ന് പറയുന്ന സബ്സ്റ്റൻസും ബി എന്ന് പറയുന്ന സബ്സ്റ്റൻസും ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എയുടെയും ബിയുടെയും ബോയിലിംഗ് പോയിന്റ് വളരെ എന്തായിരിക്കും? നേരിയ വ്യത്യാസം. ഓക്കെ അല്ലേ? ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മാക്സിമം വരാവുള്ളൂ. ഓക്കെ അല്ലേ? മാക്സിമം ഡിഗ്രി 40 ഡിഗ്രിയൊക്കെ മാക്സിമം വരാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? വലിയ ഡിഫറൻസ് കാണാൻ പാടില്ല കേട്ടോ. ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു മിക്സറിനകത്തുള്ള പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ മിക്സറിനകത്തുള്ള സബ്സ്റ്റൻസിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ എന്തായിരിക്കും? സ്മോൾ ഡിഫറൻസ് ഉള്ളെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അടി റൗണ്ട് ഷേപ്പിലുള്ള എന്ത് ചെയ്തു? ഫ്ലാസ്ക് എടുത്തു. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്തു? അടിയിൽ ഹീറ്റ് കൊടുത്തു. ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ എയും ബിയും എന്ന് പറഞ്ഞു അല്ലേ? എയും ബിയും. എ എന്താണ്? ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. എ എന്താണ്? ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. ബി എന്താണ്? ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ആദ്യമേ ഏത് ബോയിലായി പോകും? നിങ്ങൾ പറ, ഏതായിരിക്കും? എ ആണോ ബി ആണോ പോകുന്നത്? എ എന്ത് ചെയ്യും? വേപ്പറായിട്ട് മുകളിലോട്ട് പോകും അല്ലേ? എയും എന്ത് ചെയ്യും? വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. പക്ഷേ ബി, ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു 2 സബ്സ്റ്റൻസ് എടുത്തു. ഓക്കെ അല്ലേ? ഞാനിപ്പം എയുടെ എന്താ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പോൾ എ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? ആവിയായിട്ട് പോകും അല്ലേ? എന്ത് ചെയ്യും? മാക്സിമം എന്ത് ചെയ്യും? ആവിയായി അപ്പം എന്ത് ചെയ്യും? മുകളിലോട്ട് അങ്ങ് ഉയർന്നു പോകും അല്ലേ? പക്ഷേ ബി എന്ത് ചെയ്യും? ചെറുതായിട്ട് വേപ്പർ ആവും, പക്ഷേ എന്താവത്തില്ല? ഒരുപാട് പൊങ്ങി പോകത്തില്ല. ജസ്റ്റ് എന്ത് ചെയ്യത്തില്ല? ഒരുപാട് മുകളിലോട്ട് എന്താ വേപ്പറായി പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് വേപ്പറായി പോയിട്ട് എന്ത് ചെയ്യും? അതുപോലെ തന്നെ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്ത് താഴോട്ട് വീഴും. മനസ്സിലാവുന്നുണ്ടോ? എയും ബിയും വേപ്പറാവും, പക്ഷേ ഏറ്റവും കൂടുതൽ വേപ്പറാവുന്ന ആരായിരിക്കും? എ ആയിരിക്കും അല്ലേ? വേപ്പറായി എന്ത് ചെയ്യും? മുകളിലോട്ട് പോയി ഇവിടെ എന്തുണ്ട്? ഫ്രാക്ഷണൽ കോളം ഉണ്ട്. ഓക്കെ അല്ലേ? ഫ്രാക്ഷണൽ കോളം ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഫ്രാക്ഷണൽ കോളത്തിൽ ഇവിടെ എന്ത് ചെയ്യും? മുകളിലോട്ട് പോയി എന്ത് ചെയ്യും? ഇവിടെ കണ്ടൻസേറ്റർ വഴി എന്ത് ചെയ്ത്? കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്യും? ഇവിടുത്തെ എന്ത് ചെയ്യും? വേറൊരു ട്യൂബിൽ എന്ത് ചെയ്യും? നമ്മളത് കണക്ട് ചെയ്യും. ഈ ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എന്താ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്താ മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. ക്ലിയർ പിക്ചർ എന്ത് ചെയ്യും? ഇതിനകത്ത് സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോണം. എയും ബിയും, എയുടെ എന്തായിരിക്കും? ലോ ബോയിലിംഗ് പോയിന്റ്, ബിയുടെ എന്തായിരിക്കും? ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ, ചെറിയ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? എ എന്ത് ചെയ്യും? വേഗം വേപ്പറായി എന്ത് ചെയ്യും? ഫ്രാക്ഷണൽ കോളം വഴി എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ഓക്കെ അല്ലേ? മുകളിലോട്ട് പോയി എന്താ ഈ ട്യൂബ് വഴി കണ്ടൻസേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? വേറൊരു ടെസ്റ്റ് വീട് നമ്മൾ കളക്ട് ചെയ്യും. പക്ഷേ ബി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് വ്യത്യാസം കുറച്ചല്ലേ? കുറച്ച് കൂടുതലല്ലേ ബോയിലിംഗ് പോയിന്റ്? അപ്പോൾ എന്ത് ചെയ്യും? ഇവിടം വരെ വരും അല്ലേ? ആട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് അത് കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്തില്ല? ഒരുപാട് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്ത് താഴോട്ട് തന്നെ എന്ത് ചെയ്യും? വീഴും. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും? എ മൊത്തം എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വേപ്പറായി കണ്ടൻസ് ചെയ്ത് മുകളിൽ വന്ന് വേറൊരു ഫ്ലാസ്കിൽ വന്ന് കിടക്കും. ഓക്കെ അല്ലേ? അതിന് പറയുന്ന പേരെന്താ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇത് ഈ നമ്മൾ പറഞ്ഞില്ലേ എയും ബിയും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ 2 സാധനവും എന്തായിരിക്കും? ഇതിലേക്കൂടെ ഈസി ആയിട്ട് പോകാൻ ഇതില്ല എങ്കിൽ, ഈ ഫ്രാക്ഷണൽ കോളം ഇല്ല എങ്കിൽ, ഓക്കെ അല്ലേ? സാധാരണ എന്തെങ്കിലും ഒരു ട്യൂബ് ആണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? എയും ബിയും ഒക്കെ എന്ത് ചെയ്യും? കടന്ന് ഇതിലേക്കൂടെ പോകും. പക്ഷേ ഫ്രാക്ഷണൽ കോളം ആകുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ലോ ബോയിലിംഗ് പോലുള്ള സാധനം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വേപ്പറായി പോകത്തുള്ളൂ അല്ലേ? വെച്ചാൽ എന്താ? ഇത് പെട്ടെന്ന് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ട്യൂബിൽ കൂടെ എന്ത് ചെയ്യും? ചിലപ്പോൾ വേഗം അങ്ങ് പോകും അല്ലേ? എന്താ എ, അത് എന്ത് ചെയ്യും? കുറച്ചൊക്കെ ബിയും പോകും അല്ലേ?
പക്ഷേ ഫ്രാക്ഷണൽ കോളം ആകുമ്പോൾ ഇവിടെ മൊത്തം തടസ്സം ഇട്ടേക്കുമല്ലേ. തടസ്സമാകുമ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എങ്ങനെയൊക്കെ ആണെങ്കിലും ബോയിലിംഗ് പോയിന്റ് കുറവല്ലേ, ആവിയായി പെട്ടെന്ന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ പോയിക്കൊണ്ടങ്ങ് ഇരിക്കും. പക്ഷേ ബി എന്ത് ചെയ്യും? ഇവിടം വരൊക്കെ വരും, അവിടെ എന്ത് ചെയ്യും? അത് കണ്ടൻസ് ചെയ്ത് താഴോട്ട് വീഴും. ഓക്കെ അല്ലേ? ഇനി ഈ ഫ്രാക്ഷണൽ കോളം എന്തായിരിക്കും? ഓരോ സബ്സ്റ്റൻസിനും ഓരോന്നായിരിക്കും. ഓക്കെ അല്ലേ? എല്ലാത്തിനും എന്തല്ല, സെയിം അല്ല. ഓക്കെ അല്ലേ? ഫ്രാക്ഷണൽ കോളം പല സബ്സ്റ്റൻസിനും അല്ലെങ്കിൽ പല കോമ്പൗണ്ട്സിനും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്രാക്ഷണൽ കോളം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിലേഷൻ അണ്ടർ റിഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞ പദാർത്ഥങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? എല്ലാം ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടേ അല്ലേ? ബോയിലിംഗ് പോയിന്റിൽ ആദ്യമേ നമ്മൾ പറഞ്ഞു ഡിസ്റ്റിലേഷൻ. അതിലെന്താ? ബോയിലിംഗ് പോയിന്റ് വളരെ ലാർജ് ആയിട്ടുള്ള എന്തായിരിക്കും കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിരുന്നു. അത് യൂസ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? ബോയിലിംഗ് പോയിന്റ്, കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ നേരിയ ഡിഫറൻസ് മാത്രമേ ഉള്ളെങ്കിൽ ആരെ ഉപയോഗിക്കും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. ഓക്കെ അല്ലേ? ചില കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്താലേ എന്ത് ചെയ്തുള്ളത്? എന്ത് ചെയ്തുള്ളൂ? ബോയിൽ ആവത്തുള്ളൂ അല്ലേ? അങ്ങനെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഈ സംഭവം, ഈ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുമെന്നറിയാമോ? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരും, അല്ലെ? ഡീകോമ്പോസ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഭയങ്കര പ്രശ്നമല്ലേ? നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്കും അല്ലേ, ഹൈ ബോയിലിംഗ് പോയിന്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം അല്ലേ? ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? ഡീകോമ്പോസ് ആയി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ്, ഓക്കെ അല്ലേ, ഞാൻ എന്തായിരിക്കും? അതെന്താ? ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് ഇതിൻ്റെ. ഓക്കെ അല്ലേ? ഹൈ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യും. ഓക്കെ അല്ലേ? ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? ഡീകോമ്പോസ് ആയി എന്ത് ചെയ്യും? ബിയും സിയും ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഭയങ്കര പ്രശ്നമല്ലേ? അത് പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിൻ്റെ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻറ്റും പ്രഷറും തമ്മിൽ ഡയറക്റ്റ്ലി എന്തായിരിക്കും? റിലേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ബോയിലിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ കൂടുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിൻറ്റ് കൂടും. ഓക്കെ അല്ലേ? അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ കുറയുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിൻറ്റ് കുറയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബോയിലിംഗ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻറ്റും കുറയും അല്ലേ? അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ കൂടുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിൻറ്റ് കൂടും, അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ കുറയുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിൻറ്റ് കുറയും അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സിൻ്റെ എന്തായിരിക്കും? ബോയിലിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സർഫസിലുള്ള എന്തായിരിക്കും? പ്രഷർ കുറച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും അവിടെ? നിങ്ങൾ പറ. ബോയിലിംഗ് പോയിൻറ്റും കുറഞ്ഞു വരും അല്ലേ? അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻറ്റ് കുറഞ്ഞു വരും. അപ്പോൾ എന്ത് ചെയ്തില്ല? അത് ഡീകോമ്പോസ് ആവത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താ? ബോയിലിംഗ് പോയിൻറ്റ് കുറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ എന്ത് ചെയ്യും? വേപ്പറായി പോയി അതുപോലെ തന്നെ കണ്ടൻസ് ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ അല്ലെങ്കിൽ വേറൊരു എന്തായിരിക്കും? ജാറിൽ നമ്മൾ കളക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ബോയിലിംഗ് പോയിൻറ്റ് ഹൈ ആയിട്ടുള്ള പദാർത്ഥങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് പ്യൂരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബോയിലിംഗ് പോയിൻറ്റും പ്രഷറും തമ്മിൽ എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബോയിലിംഗ് പോയിൻറ്റ് കൂടുമ്പോഴത്തേക്കും പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ കൂടുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിൻറ്റ് കൂടുകയും അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ കുറയുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിൻറ്റ് കുറയുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അറ്റ്മോസ്ഫിയർക്ക് അല്ലെങ്കിൽ സർഫസിലുള്ള പ്രഷർ കുറച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ബോയിലിംഗ് പോയിൻറ്റ് കുറയും അല്ലേ? അത് ഞാൻ എന്ത് ചെയ്യും? അത് വേപ്പറാക്കി വേറൊരു ജാറിൽ കണക്ട് ചെയ്യും. ഇംപ്യൂർ കമ്പോണൻസ് എന്ത് ചെയ്യും? താഴെ തന്നെ കിടക്കും. ഓക്കെ അല്ലേ? അതിന് പറയുന്ന പേരെന്താണ്? ഡിസ്റ്റിലേഷൻ അണ്ടർ റിഡ്യൂസ്ഡ് പ്രഷർ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ്. എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻസ്. ഓക്കെ അല്ലേ? ഇവ നോക്കിക്കോണം. എ ബി ഒരു എക്സാമ്പിൾ പറയുവാണ്. എ എന്ന് പറയുന്ന കോമ്പോണൻസും ബി എന്ന് പറയുന്ന കോമ്പോണൻസും എന്ത് ചെയ്തേക്കുവാണ്? മിക്സ് ചെയ്തേക്കുവാണ്. ഓക്കെ അല്ലേ? നമുക്ക് എന്താ? എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു മിക്സറാണ്. അതിൽ ആരൊക്കെയുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ആരെ സെപ്പറേറ്റ് ചെയ്യണം?
എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യണം. പക്ഷേ എയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അത് സ്റ്റീം തട്ടിയാൽ, നമ്മൾ ആവിയിലെ സ്റ്റീം തട്ടിയാൽ ഈ സാധനം എന്തായി പോകും? വേപ്പറായി പോകും. ഓക്കെ അല്ലേ? ബി എന്താവത്തില്ല? സ്റ്റീം തട്ടിയാലും വേപ്പർ ആവത്തില്ല. ഇതെന്ത് ചെയ്യും? എ എന്ന് പറയുന്ന കോമ്പോണൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? സ്റ്റീം തട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? ഇത് വേപ്പറായി പോകും. ഓക്കെ അല്ലേ? പക്ഷേ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല? ഈ എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യാൻ പാടില്ല, മിക്സ് ആവാൻ പാടില്ല, ഇമ്മിസിബിൾ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് സ്റ്റീം തട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? അത് വേപ്പറായി പോവുകയും ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? വാട്ടറുമായിട്ട് മിക്സ് ആവാനും പാടില്ല. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ ഉപയോഗിക്കും? സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഞാനൊരു കാര്യം ചുമ്മാതൊരു പടം വരക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കി കറക്റ്റ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്ത് ചെയ്യും? ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്ത് ചെയ്യുക? ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തു ഞാൻ അല്ലേ. അതിലെന്ത് ചെയ്തു? കുറച്ച് വാട്ടർ നിറച്ച് വെച്ചു. ഓക്കെ അല്ലേ? വാട്ടർ. പിന്നെ എന്ത് ചെയ്യാന്നറിയാമോ? ഇവിടുന്ന് വരുന്ന ഈ ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബ് ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ? വേറൊരു ഫ്ലാസ്കിലോട്ട് എന്ത് ചെയ്തേക്കുവാണ്? കണക്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം പിന്നെന്ത് ചെയ്തു? വേറൊരു ഫ്ലാസ്കിലോട്ട് കണക്ട് ചെയ്തു. ഇവിടെ എന്താണ്? മിക്സറാണല്ലേ. ആരൊക്കെയുണ്ട്? എയും ഉണ്ട്, അതുപോലെ തന്നെ ബിയും ഉണ്ട്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു എയുടെ പ്രത്യേകത എന്താ? സ്റ്റീം തട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? ഇത് വേപ്പറായി പോകും. ആയിട്ട് ഇത് വേപ്പറായി പോകും അല്ലേ? വേപ്പറായി എന്ത് ചെയ്തു? നമ്മൾ വേറൊരു ഫ്ലാസ്കിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് കളക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നോക്കിക്കോ, പറയാം. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു? ഹീറ്റ് അപ്ലൈ ചെയ്തു അല്ലേ? ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ വാട്ടർ മൊത്തം എന്ത് ചെയ്യും? ആവിയായി ഈ ട്യൂബിൽ കൂടി ഇങ്ങനെ പോകും അല്ലേ? ഈ ട്യൂബിൽ കൂടി ഇങ്ങനെ പോയി എന്ത് ചെയ്യും? ഈ മിക്സറിൽ വന്ന് തട്ടും അല്ലേ? തട്ടുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇവിടെ എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സും ഉണ്ട്, ബി എന്ന് പറയുന്ന കോമ്പൗണ്ട്സും ഉണ്ട്. എ എന്ത് ചെയ്യും? വേപ്പറായി പോകും അല്ലേ? സ്റ്റീം തട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? വേപ്പറായി പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇതേ ഈ ട്യൂബിൽ കൂടെ പോകുന്ന ആരൊക്കെയാ? നമ്മൾ ഇവിടുന്ന് വരുന്ന സ്റ്റീമും ഉണ്ട് അല്ലേ? ഇവിടുന്ന് വരുന്ന വാട്ടർ സ്റ്റീമും ഉണ്ട്, അതുപോലെ തന്നെ ആരുമുണ്ട്? എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വേപ്പർ ആയതുകൊണ്ട്. കാര്യം ശ്രദ്ധിച്ചോണം. എ എന്ത് ചെയ്യും? സ്റ്റീം തട്ടിയാൽ ഉടനെ വേപ്പറായി പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ട്യൂബിൽ നിന്നും സ്റ്റീം ഇങ്ങനെ വന്ന് ഇതിൽ വന്ന് തട്ടുമല്ലേ? ഇവിടെ വന്ന് ഇങ്ങനെ പോകുമല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? വേപ്പറായി പോകും. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് വരുന്ന ഈ വേപ്പറിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? ഈ വരുന്ന വാട്ടർ സ്റ്റീം ഉണ്ടല്ലോ, ഈ സ്റ്റീമും പിന്നെ എ എന്ന് പറയുന്നതിൻ്റെ വേപ്പറും കൂടെ അല്ലേ ഇതിലെ കൂടെ പോകുന്നത്. ഇവിടെ ഒരു കണ്ടൻസേറ്റർ ഉണ്ട്. അതെന്ത് ചെയ്യും? ആ നമ്മുടെ സ്റ്റീമിനെയും അതുപോലെ തന്നെ ഈ വേപ്പറിനെയും എന്ത് ചെയ്യും? ഇവിടെ വെച്ച് തണുപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഈ എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വാട്ടറുമായിട്ട് മിക്സ് ആവാൻ പാടില്ല. എന്ത് ചെയ്യണം? രണ്ടും പൊങ്ങിയും താന്നും കിടക്കണം. ഓക്കെ അല്ലേ? രണ്ട് ലെയറായിട്ട് കിടക്കും. ഓക്കെ അല്ലേ? എന്ത് ചെയ്തില്ല? ഒരിക്കലും എന്ത് ചെയ്തില്ല? വാട്ടറുമായിട്ട് മിക്സ് ആവത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ വന്നു എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? പ്രത്യേകം കിടക്കും. പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? വാട്ടർ കിടക്കും. ഓക്കെ അല്ലേ? സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാര്യം ശ്രദ്ധിക്കണം. എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മിക്സറിനകത്ത് ഒരെണ്ണം എന്ത് ചെയ്യാൻ പാടില്ല? ഒരെണ്ണം എന്ത് ചെയ്യും? സ്റ്റീം തട്ടിയാൽ ഉടനെ ആവിയായി പോകുന്നതും അല്ലെങ്കിൽ വേപ്പറായി പോകുന്നതും ആ എലമെൻറ്റ് തന്നെ അത് എന്ത് ചെയ്യണം? വേറൊരു പ്രോപ്പർട്ടി കൊണ്ട് എന്തായിരിക്കും? അത് ഒരിക്കലും
എന്ത് ചെയ്യാൻ പാടില്ല, വാട്ടറുമായിട്ട് മിക്സ് ആവാൻ പാടുള്ളതല്ല. ഓക്കെ അല്ലേ? അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും, ഈ നമ്മുടെ സ്റ്റീമും അതുപോലെ തന്നെ എ എന്ന് പറയുന്ന എലമെൻറ്റ്സ് വേപ്പർ ആയതും കൂടെ എന്ത് ചെയ്യും, ഈ ട്യൂബിൽ കൂടെ വന്ന് ഇവിടെ കണ്ടൻസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഈ ട്യൂബിൽ വന്ന് ഈ ട്യൂബിൽ കൂടെ എന്ത് ചെയ്യും, ഈ ജാറിൽ വന്ന് കിടക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അടിയിൽ എന്ത് കിടക്കും, ഞാൻ പറഞ്ഞായിരുന്നു വാട്ടറുമായിട്ട് എന്ത് ചെയ്യത്തില്ല, എ ഒരിക്കലും മിക്സ് ആവത്തില്ല. അപ്പോൾ എ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് താഴെ കിടക്കും, വാട്ടർ എന്ത് ചെയ്യും, മുകളിൽ കിടക്കും. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഓക്കെ അല്ലേ? അതാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇവിടെ നോക്കിയാൽ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ലെയർ അല്ലേ, താഴെ എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ഇങ്ങനെ കിടക്കും അല്ലേ, ബിയിൽ മുകളിൽ എന്ത് ചെയ്യും, വാട്ടർ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് ലെയർ അല്ലേ, രണ്ട് ലെയറാണ്, എ താഴെ, ബി വാട്ടർ മുകളിൽ. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു സെപ്പറേറ്റിംഗ് ഫണൽ കാണും. ഓക്കെ അല്ലേ? സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിലെന്ത് ചെയ്യുന്നറിയാമോ, ഒരു വാൾവൊക്കെ കാണും, പ്രത്യേകിച്ച് ഒരു വാൾവ് കാണും. ഓക്കെ അല്ലേ? ഇത് വെറും പടം നോക്കും വരക്കാൻ അറിയാൻ വയ്യ കേട്ടോ, ചുമ്മാ ജസ്റ്റ് ഒന്ന് വരക്കുന്നതാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കോണം, ഇതിലോട്ട് നോക്കിക്കേ, മുകളിൽ എന്തായിരിക്കും, വാട്ടറാണ് അല്ലേ, മുകളിൽ എന്താണ്, വാട്ടറാണ്. വാട്ടർ താഴെ എന്താണ്, എ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ആണ് അല്ലേ. എനിക്ക് എന്ത് ചെയ്യണം, എ മാത്രം വരണം അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ വാൽവ് തുറക്കും. ഈ വാൽവ് തുറക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, പതിയെ എന്ത് ചെയ്യും, ഈ എ മൊത്തം എന്ത് ചെയ്യും, ഇങ്ങനെ താഴോട്ട് വരും അല്ലേ. ഞാനിവിടെ ഒരു പ്രത്യേകം പാത്രം വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ എ മൊത്തവും തീരാറാകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഈ വാൽവ് ക്ലോസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സാധനം ഞാൻ പറഞ്ഞായിരുന്നു, എ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യത്തില്ല, ഇമ്മിസിബിൾ അല്ല, മിക്സ് ആവത്തില്ല വാട്ടറുമായിട്ട്. അപ്പം രണ്ട് ലെയറായിട്ട് നിൽക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ മണ്ണെണ്ണയ്ക്കകത്ത് വെള്ളം വീണു അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, മണ്ണെണ്ണ മുകളിൽ കിടക്കും, വാട്ടർ താഴെ കിടക്കും. ഓക്കെ അല്ലേ? അതേപോലെ അപ്പോൾ എന്ത് ചെയ്യും, എ താഴെ കിടക്കും, ബി വാട്ടർ എന്ത് ചെയ്യും, മുകളിൽ കിടക്കും. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ സെപ്പറേറ്റിംഗ് ഫണലാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഒരു വാൾവ് ഉണ്ടായിരിക്കും. ഇതിലെന്ത് ചെയ്യും, ഈ വാൾവിനകത്ത് വാൾവ് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ നേരത്ത് ഈ എ മൊത്തം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആദ്യമേ താഴോട്ട് വരും അല്ലേ. അപ്പം എ തീരാറാകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ സാധനം ക്ലോസ് ചെയ്യും. ഓക്കെ അല്ലേ? എന്നിട്ട് എടുത്ത് എ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു വേണം കേട്ടോ, എന്താ പറയുന്നതെന്ന്. ഇതിപ്പോൾ ഒരു വാട്ടറിനകത്ത് ഡിസോൾവ് ആകുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് എ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതെന്ത് ചെയ്യുമെന്നറിയാമോ, വാട്ടറിൽ ഡിസോൾവ് ആയേക്കുക. എനിക്ക് ആ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും, ആ എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഓർഗാനിക് കോമ്പൗണ്ട്സ് എനിക്ക് വേണമെന്ന് ചെയ്യണം. ഓക്കെ അല്ലേ? ഇപ്പം എ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്തേക്കുക, വാട്ടറിനകത്ത് മിക്സ് ആയേക്കുക. ഓക്കെ അല്ലേ? എ മിക്സ്ഡ് ഇൻ വാട്ടർ. ഓക്കെ അല്ലേ? എനിക്ക് ഈ എ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വേണം. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യണം, എനിക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള ഈ വാട്ടറിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഓക്കെ അല്ലേ? ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഓക്കെ അല്ലേ? ഞാൻ ഇതിലോട്ടൊരു സോൾവെൻറ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്ത് ആഡ് ചെയ്യാൻ പോവുകയാണ്, സോൾവെൻറ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഈ സോൾവെൻറ്റ് സെലക്ട് ചെയ്യാൻ നേരത്തെ എന്താ സോൾവെൻ്റ് എന്നറിയാമല്ലോ അല്ലേ, ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം സോൾവെൻറ്റ്. ഇപ്പം ഷുഗർ എന്ത് ചെയ്യുക, വാട്ടറിനകത്ത് മിക്സ് ചെയ്യുക. ഓക്കെ അല്ലേ? വാട്ടർ എന്താണ്, ഒരു സോൾവെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ വാട്ടർ ഒരു സോൾവെൻ്റ്. അപ്പോൾ അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെൻ്റ് എടുക്കണം. ഈ സോൾവെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ചെയ്യാന്നറിയാമോ, എ വാട്ടറിനകത്ത് മിക്സ് ആയേക്കുമല്ലേ, അതിനെക്കാട്ടിയും കൂടുതൽ ഡിസോൾവ് ആകണം ആരിൽ, ഈ സോൾവെൻറ്റിനകത്ത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എ എന്ന് പറയുന്ന, അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു വെച്ചു. എന്താണ് ഈ ഒരു ലെയർ ഫുള്ള്, എന്താ ഈ ഒരു ലെയർ ഫുള്ള് ഓർഗാനിക് കോമ്പൗണ്ട്സ് മിക്സ്ഡ് വാട്ടർ ആണ് അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ട്സ് മിക്സ്ഡ് വാട്ടർ ആണ് അല്ലേ, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ.
അക്വസ് സൊല്യൂഷൻ. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഒരു ലെയർ നോക്കിക്കോണം. ഈ ഒരു ലെയറെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിലേക്ക് ആരെ ആഡ് ചെയ്യാൻ പോവുക? സോൾവെൻ്റ് ആഡ് ചെയ്യാൻ പോവുക. സോൾവെൻ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? സോൾവെൻ്റ് ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഈ സോൾവെൻ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഈ എന്താ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം എന്തിലോട്ട് ഡിസോൾവ് ആവണം? ഈ വാട്ടറിനെക്കാട്ടിയും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ എന്തിലോട്ട് ഡിസോൾവ് ആവണം? ഈ സോൾവെൻറ്റിൽ ഡിസോൾവ് ആവണം. ഓക്കെ അല്ലേ? ഇപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിനെക്കാട്ടിയും സ്പീഡിൽ എന്തിൽ ഡിസോൾവ് ആവണം? ഈ സോൾവെൻറ്റിൽ ഡിസോൾവ് ആവണം. ഓക്കെ അല്ലേ? അങ്ങനത്തെ സോൾവെൻ്റ് എടുക്കാവൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം എന്തിലോട്ട് ഡിസോൾവ് ആകും? ഇങ്ങനെ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ? ഇത് മൊത്തം എങ്ങോട്ട് കയറും? ഡിസോൾവ് ആകും. ഇതിലോട്ട് ഡിസോൾവ് ആകും അല്ലേ? ഇതിലോട്ട് ഡിസോൾവ് ആകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സോൾവെൻറ്റ് നോക്കിക്കോണം. ഈ സോൾവെൻറ്റ് സോൾവെൻറ്റും ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് തമ്മിൽ പെട്ടെന്ന് മിക്സ് ആവണം. പക്ഷേ ഈ എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾവെൻറ്റ് വാട്ടറുമായിട്ട് മിക്സ് ആവാനും പാടില്ല. ഈ സോൾവെൻറ്റ് വാട്ടറുമായിട്ട് മിക്സ് ആവാനും പാടില്ല. എന്ത് ചെയ്യണം? എയുമായിട്ട് പെട്ടെന്ന് കയറി ഡിസോൾവ് ആവുകയും ചെയ്യണം. കേട്ടോ? കാര്യം ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ സോൾവെൻറ്റ് മൊത്തം അപ്പം കണ്ടോ? പ്രത്യേകം ലെയർ അല്ലേ? കണ്ടോ? ഈ അക്വസ് സൊല്യൂഷനുമായിട്ട് മിക്സ് ആയോ ഈ സോൾവെൻറ്റ്? ഇല്ല. ഈ സോൾവെൻറ്റ് ഒരു ലെയർ, അക്വസ് സൊല്യൂഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് വേറൊരു ലെയർ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ എന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് തന്നെ ഈ എ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം എന്തിലോട്ട് മുകളിലോട്ട് പോയി സോൾവെൻറ്റിലോട്ട് എന്ത് ചെയ്യും? ഡിസോൾവ് ആവും. ഓക്കെ അല്ലേ? ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ലെയറിൽ ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? ഈ ലെയറിൽ ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? വാട്ടർ മാത്രമേ ഉള്ളൂ അല്ലേ? വാട്ടർ മാത്രമേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം എന്ത് ചെയ്തു? പെട്ടെന്ന് കയറി സോൾവെൻറ്റിലോട്ട് ഡിസോൾവ് ആയി. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം ഇതിപ്പോൾ എന്ത് ലെയറാ? നിങ്ങൾ പറ. ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം ഇപ്പം സോൾവെൻറ്റിലോട്ട് പോയി. ഓക്കെ അല്ലേ? ഇവിടെ ഇപ്പം വാട്ടർ മാത്രമേ ഉള്ളൂ. ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് മൊത്തം സോൾവെൻറ്റിലോട്ട് കയറി ഡിസോൾവ് ആയി. അപ്പം ഇതിപ്പോൾ എന്താണ്? സോൾവെൻറ്റ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സാണ്. ഓക്കെ അല്ലേ? സോൾവെൻറ്റ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ നോക്കിക്കോ. സോൾവെൻറ്റ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് താഴെ എന്താ? അക്വസ് സൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ. ഓക്കെ അല്ലേ? ഞാനിത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഒരു വാൾവ് ഉണ്ട് അല്ലേ? അത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ ലെയർ മൊത്തം ഇത് തീരുന്നിടം വരെ എന്ത് ചെയ്യും? ഞാൻ വാൾവ് ഓപ്പൺ ആക്കി വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? അക്വസ് സൊല്യൂഷൻ മൊത്തവും പോകും. ബാക്കി മുകളിൽ ആര് കാണും? സോൾവെൻറ്റ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് കാണും. അത് ഞാൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യും? അത് പ്യൂരിഫൈ ചെയ്യും. ഓക്കെ അല്ലേ? നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? വാട്ടറിനകത്തുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മെത്തേഡ് മനസ്സിലായല്ലോ? ഞാൻ ഇനി പറയണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ മെത്തേഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ലാസ്റ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ്. നമ്മുടെ സിലബസ് പ്രകാരമുള്ള ലാസ്റ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രോമാറ്റോഗ്രാഫിയാണ്. ഓക്കെ അല്ലേ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 or more സൊല്യൂട്ട് ഡിസോൾവ് ആയേക്കുന്ന സൊല്യൂഷനിൽ നിന്നും സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. വെച്ച് കഴിഞ്ഞാൽ 2 or അതിലധികമോ സൊല്യൂട്ട് ഡിസോൾവ് ആയിരിക്കുന്ന സൊല്യൂഷനിൽ നിന്നും സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ. ഇപ്പോൾ ഒരു മിക്സർ എ എന്നും ബി എന്നും എയും ബിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ അല്ലേ? അപ്പോൾ 2 or അതിലധികമോ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സൊല്യൂട്ട് ഡിസോൾവ് ആയിരിക്കുന്ന സൊല്യൂഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? പദാർത്ഥങ്ങളെ നമുക്കിപ്പോൾ എയും ബിയും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു സൊല്യൂഷനാണ്. അതിൽ ആരൊക്കെയുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്. എയും ബിയും കൂടെ ഇങ്ങനെ കലർന്നിരിക്കുവാണ്. അതിൽ നിന്ന് നമുക്ക് ആരെ സെപ്പറേറ്റ് ചെയ്യണം? എയിനെയും ബിയിനെയും സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആര്? ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 2 പാർട്ടാണുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്റ്റേഷനറി ഫേസും ഉണ്ട്, സ്റ്റേഷനറി ഫേസും അതുപോലെ തന്നെ എന്താണ് മൊബൈൽ ഫേസും, മൊബൈൽ ഫേസും, അങ്ങനെ 2 ഫേസ് ഉണ്ട്. ഇനി നോക്കിക്കോണം എന്താ സ്റ്റേഷനറി ഫേസ് എന്ന് പറയാൻ പോവുകയാണ്. ഒരു ഗ്ലാസ് ജാർ എടുത്തു, ഗ്ലാസ് ജാറിനകത്ത് എന്താ സിലിക്ക ജെല്ല് ഞാൻ ഫില്ല് ചെയ്തു, സിലിക്ക ജെല്ല് ഫില്ല് ചെയ്തേക്കുവാണ്. ഓക്കെ അല്ലേ, സിലിക്ക ജെല്ല് ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ അല്ലേ, അപ്പോൾ ഗ്ലാസ് ജാർ ഫില്ലിഡ് വിത്ത്, ഗ്ലാസ് ജാറ് ഫില്ലിഡ് വിത്ത് സിലിക്ക ജെൽ. സിലിക്ക ജെൽ. ഓക്കെ അല്ലേ. ഇനി ഞാൻ മൊബൈൽ ഫേസ് പറയാൻ പോവാം. എന്താ മൊബൈൽ ഫേസ് എന്ന്? അപ്പം ഞാൻ പറഞ്ഞ എന്താ, എയും ബിയും സെപ്പറേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ എയും ബിയും മിക്സ് ചെയ്തേക്കുന്ന ഒരു സൊല്യൂഷനാണെന്ന് പറഞ്ഞു അല്ലേ. എയും ബിയും എന്താണ് മിക്സ് ചെയ്തേക്കുന്ന സൊല്യൂഷൻ അല്ലേ, അത് എയും ബിയും മിക്സ് ചെയ്തേക്കുന്ന സൊല്യൂഷനാണ്. ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഒരു സോൾവെൻറ്റ് ആഡ് ചെയ്യാൻ പോവുക, സോൾവെൻറ്റ് ആഡ് ചെയ്യാൻ പോവുക. ഓക്കെ അല്ലേ, സോൾവെൻറ്റ് ആഡ് ചെയ്യാൻ പോവാം. ഈ സോൾവെൻറ്റിനകത്ത് ആരൊക്കെ ഡിസോൾവ് ആവണം? എയും ഡിസോൾവ് ആവണം, ബിയും ഡിസോൾവ് ആവണം. അപ്പോൾ എയും ബിയും ഡിസോൾവ് ആവുന്ന ഒരു സോൾവെൻറ്റ് എങ്ങോട്ട് ആഡ് ചെയ്യണം? ഈ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ. ആഡ് ചെയ്ത് കിട്ടുന്ന സാധനത്തിന് പറയുന്ന പേരെന്താ? മൊബൈൽ ഫേസ് എന്ന് പറയും. ഓക്കെ അല്ലേ, മൊബൈൽ ഫേസ് എന്ന് പറയും. അപ്പോൾ മനസ്സിലായല്ലോ, സ്റ്റേഷനറി ഫേസ് മനസ്സിലായി, മൊബൈൽ ഫേസ് മനസ്സിലായി. ഞാൻ പറഞ്ഞു എയും ബിയും എന്താണ് മിക്സ് അയക്കുന്ന ഒരു സൊല്യൂഷൻ, അതിലോട്ട് ഞാൻ ആഡ് ചെയ്യും? സോൾവെൻറ്റ് ആഡ് ചെയ്യും. സോൾവെൻറ്റ് എന്തിൽ? ഈ സോൾവെൻറ്റിനകത്ത് എയും ബിയും ഡിസോൾവ് ആയിരിക്കണം. അതിന് പറയുന്ന പേരെന്താ? മൊബൈൽ ഫേസ് എന്ന് പറയും അല്ലേ. ഈ മൊബൈൽ ഫേസിലോട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ സ്റ്റേഷനറി ഫേസിലോട്ട് ഞാൻ ആരെ ആഡ് ചെയ്യും? മൊബൈൽ ഫേസ് ആഡ് ചെയ്യും അല്ലേ. മൊബൈൽ ഫേസ് ആഡ് ചെയ്യും. അപ്പോൾ നോക്കിക്കോണം, ഈ എയും ബിയും ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈലി ഒബ്സർവേഷൻ ആയിരിക്കും അല്ലേ. ഹൈലി ഒബ്സർവ് ചെയ്യുന്ന സാധനം എന്ത് ചെയ്യും? ആദ്യമേ ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും അല്ലേ. ഹൈലി ഒബ്സർവ് സാധനം എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ അല്ലേ. ഒബ്സർവേഷൻ ഇത് കുറവുള്ളതാണെങ്കിലോ ഇങ്ങനെ എന്ത് ചെയ്യും? താഴോട്ട് ഒലിച്ചു വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ബി ഇങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ വന്ന് കിടക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി? എയും ബിയും സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ അല്ലേ. ഇതിന് പറഞ്ഞ പേരെന്താ? ക്രോമോട്ടോഗ്രാഫി എന്ന് പറയും. ഓക്കെ അല്ലേ. ഇതിന് പറഞ്ഞ പേരാണ് എന്താ? കോളം ക്രോമോട്ടോഗ്രാഫി. എന്താണ്? കോളം ക്രോമോട്ടോഗ്രാഫി. ഇനി വേറെ ഒരെണ്ണം ഉണ്ട്, എന്ത്? പേപ്പർ ക്രോമോട്ടോഗ്രാഫി ഉണ്ട്. ഓക്കെ അല്ലേ. എന്ത് ചെയ്യാന്നറിയാവോ? ഇതിനകത്തിപ്പോൾ എന്താ, ഒരു കറുപ്പ് ഇങ്ങനെ കുത്തിയിട്ട് വെച്ചേക്കുവാണല്ലേ. ഒരു എന്താ സോൾവ് അല്ലെങ്കിൽ സൊല്യൂഷനിലോട്ട് എന്താ സോൾവെൻറ്റിലോട്ടോ ഡിപ്പ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും? ഇതിനകത്ത് കറുപ്പിനകത്ത് റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്, ബ്ലൂ ഉണ്ട് അല്ലേ. അത് രണ്ട് എന്ത് ചെയ്യും? പ്രത്യേകമായി വരും. എന്ത് ചെയ്യും? പ്രത്യേകം ഇവിടെ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രത്യേകം റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രത്യേകം പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ അല്ലേ. അതിൽ പറഞ്ഞ പേരെന്താ? പേപ്പർ ക്രോമോട്ടോഗ്രാഫി എന്ന് പറയും. അങ്ങനെ എല്ലാം ഇതാണ്. പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണ്? കോളം ക്രോമോട്ടോഗ്രാഫിയാണ്. അത് പ്രത്യേകം പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ.